ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ കുറേ നാളിന് ശേഷം ഒരു വ്ളോഗായിട്ട് ഞാൻ വന്നേക്കാണ്. അപ്പോൾ താൻ ചത്തില്ലേടോ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും. കുറേ അധികം തിരക്കായതുകൊണ്ട് നമുക്ക് വ്ളോഗ്സ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയില്ല. ഇതെന്തായാലും നമ്മൾ സീരിയലുള്ള ദിവസം എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണ് എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ആസ് യു ഓൾറെഡി ഞാൻ ഏഷ്യാനിൽ സാന്ത്വനം 2 എന്ന് പറയുന്ന സീരിയലിൽ ചെറിയൊരു റോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു വൃത്തികെട്ട അലവലാതി ദുഷ്ടൻ ക്യാരക്ടർ, വില്ലൻ ക്യാരക്ടറായിട്ട് ഇതിൽ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് സീരിയലിൻ്റെ ഹോട്ടൽ റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. രാവിലെ 6 മണിക്ക്. വർഷങ്ങളായി രാവിലെ 6 മണിക്ക് കണ്ടിട്ട്. കാരണം സീരിയലുള്ള ദിവസം മാത്രം നമുക്ക് രാവിലെ 6 മണി കണ്ടാൽ മതി. അതെല്ലാം നമ്മളുടെ ഷൂട്ടൊക്കെ ഉള്ള ദിവസം ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഒരു 10-11 മണിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. രാവിലെ 8 മണിക്കൊന്നും ഷൂട്ട് പറയാറില്ല. എങ്ങനെ 8 മണിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉന്തിത്തള്ളിയത് എങ്ങനെയെങ്കിലും ഒരു 10-11 മണിയാക്കി എടുക്കും. പക്ഷെ സീരിയൽ അത് പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇവിടെ തൊട്ടപ്പുറത്തെ റൂമിലൊക്കെ വേറെ ആർട്ടിസ്റ്റുകളൊക്കെ താമസിക്കുന്നുണ്ട്. നമുക്ക് സമയം കളയാതെ ഇന്നത്തെ ഡേ അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. സീരിയലുള്ള ദിവസം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ കാണിക്കാൻ പോകുന്നത്. സമയം 6 മണി കഴിഞ്ഞു. 6:05 ഞാൻ അലാറം വെച്ചു. ഇപ്പോൾ 6:10. 6:30 നമ്മളുടെ ക്യാബ് വരും. അതിന് മുന്നേ എങ്ങനെയെങ്കിലുമൊക്കെ ഓടിപ്പിടച്ച് നമ്മൾ റെഡിയായിട്ട് പോകണം. അപ്പോൾ നമുക്ക് വിത്തൗട്ട് എനി ഫർദർ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഡിലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കി നമുക്ക് കുളിച്ച് കഴിഞ്ഞ് സമയമില്ല. കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി നമ്മൾ വിവരങ്ങൾ ഞാൻ പറയാം. ഇന്നത്തെ ദിവസം നമ്മൾ എങ്ങനെയാണ് സീരിയലിലെ ലൊക്കേഷനിലേക്ക് പോകുന്നത്, സീരിയൽ ലൊക്കേഷനിൽ ചെന്നിട്ട് പിന്നെ എങ്ങനെയാണ് നമ്മളുടെ ബാക്കി പരിപാടികൾ, എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്, ബാക്കി അവിടെ കുറേ ആർട്ടിസ്റ്റുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, അവരെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ചിട്ടയും വട്ടയും ഉള്ളൊരു വീഡിയോ ആയിരിക്കത്തില്ലത്. പക്ഷെ നമുക്ക് പോകുന്ന ഒരു ഫ്ലോയിൽ അങ്ങ് പോവാം. ഇപ്പോൾ സമയമില്ല. 6:30 ചേട്ടൻ വരും. റെഡി ആയില്ല എന്നുണ്ടെങ്കിൽ തെറിയേക്കും. നമുക്ക് പെട്ടെന്ന് റെഡിയാവും. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ കുളിച്ച് റെഡിയായി. പക്ഷെ കണ്ടാൽ കുളിച്ചൊരു ലുക്കില്ലല്ലേ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പോലെ ഉള്ളൊരു ഫീൽ ഉണ്ടാവും ബേസിക്കലി. എനിക്കറിയില്ല എന്താണെന്നത്. അപ്പോൾ താഴെ വണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ നേരെ സ്ട്രൈറ്റ് ടു വണ്ടിയിലേക്ക് കയറുന്നു. അവിടെ ബേസിക് വേറെ നമ്മളെ കോ ആർട്ടിസ്റ്റുകളൊക്കെ വണ്ടിയിലുണ്ടാവും. ഞങ്ങൾ നേരെ സ്ട്രൈറ്റ് ടു ലൊക്കേഷൻ. ഓക്കെ, കമോൺ, സമയമില്ല. അയ്യോ, ഭയങ്കര ബിസിയാ. ആരാ ഇന്നിട്ടുള്ളത് നമ്മളുടെ കൂടെ? ആശിഷാണോ? നമ്മള് ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഞാൻ ഓഫീസിലേക്ക് കൂടെ ചെറിയൊരു ചായ കുടിക്കാൻ കയറി. ഓ, ഗുഡ് മോർണിംഗ്. ചേട്ടാ, ഹലോ. അതെ അതെ അതെ. നമ്മളിപ്പോൾ ലൊക്കേഷനിലെത്തി. ഈ ബാക്കിൽ കാണുന്നത് കണ്ടോ, പോലീസ് സ്റ്റേഷനാണ്. ഈ പോലീസ് സ്റ്റേഷനൊക്കെ വളരെ ഫേക്കായിട്ട് ഇവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സെറ്റാ. ലൊക്കേഷനിലെത്തി. നമ്മളെ നായകനുണ്ട് കൂടെ. പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമുക്ക് ജീവിക്കണ്ടേ. ശരിക്കും എത്ര മാസം ഇവിടെ വന്നിട്ട്? ഏതാണ്ട് ഒരു വർഷത്തോളം. അതായത് ഇവനെ എനിക്ക് തോന്നുന്നു ആൾക്കാർ മറന്നു തുടങ്ങിയിട്ടുണ്ട്. അതിൽ വൺ ടിസ്റ്റ്. അതെ, മിഥുൻ തിരിച്ചെത്തുന്നു വിത്ത് സ്വർണ്ണം. നീ ARS ഇല്ല. ഈ ARS സീരിയലിൽ ഒരു ഇതെല്ലാം പോലീസ് സ്റ്റേഷൻ കാണിക്കുന്ന സ്ഥലമാണ്. ഇതാണ് അല്ലേ? ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും വിചാരിക്കുന്നത് ഒറിജിനൽ പോലീസ് സ്റ്റേഷൻ ആണെന്ന്. പക്ഷെ അല്ല, അങ്ങനെ വിചാരിക്കില്ലേ. എടാ സപ്പോർട്ട് ചെയ്യണം. ഞാൻ കണ്ടിട്ടെ സീരിയലുകൾ, ഏതെങ്കിലും ഒരു സീരിയൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടുണ്ടാവും അല്ലേ? പഴയ സിനിമയിലുണ്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷനൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളുടെ ലൊക്കേഷൻ. അപ്പോൾ നമ്മൾ ലൊക്കേഷനിൽ എത്തിയിട്ടുള്ളൂ. ഇനി നേരെ പോയിട്ട് മേക്കപ്പ് ചെയ്ത് കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് നമുക്ക് സീനിലേക്ക് പ്രിപ്പയർ ചെയ്യാം. ആദ്യത്തെ സീൻ തന്നെ എന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ തുടക്കം ഈശ്വരിയായി എൻ്റെ ഉള്ളതുകൊണ്ട്. താവളം, യെസ്. എന്തുണ്ട് എന്തുണ്ട്? സുഖം. ഹായ് തള്ള പറയൂ. എന്തുണ്ട്? എന്തെന്നാ രാത്രി എനിക്ക് വാങ്ങിച്ചു തരുന്നേ? സമയം എന്തുണ്ട്? എന്നെ ആദ്യം നായിക പറ. നിന്റെ നായിക എന്താ പറയാനുള്ളത്? ഞാനും വിചാരിച്ചില്ല. നിനക്ക് സന്തോഷമായില്ലേ? കൊറേ നാളിന് കൂടി എന്നെ കാണാൻ. നമ്മൾ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു, കോസ്റ്റ്യൂമൊക്കെ ഇട്ടു. ഇതാണ് കോസ്റ്റ്യൂം. ചെറിയൊരു പിടിവലി സീനൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ കോസ്റ്റ്യൂം ഇങ്ങനെ തന്നെ ആയിരിക്കുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. കാരണം ഈ പിടിവലി സീനുള്ള സമയത്തൊക്കെ എൻ്റെ ജീൻസോ ടീഷർട്ടൊക്കെ കീറാറുണ്ട്. നോക്കാം. അങ്ങനെ ഫസ്റ്റ് ഷോട്ട് അഭിനയിക്കാൻ പോകുന്ന ഗദ്ദാഫി.
ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ വരാന്തയിലൂടെ എന്നെ പോലീസ് ഓടിച്ചിട്ട് പിടിക്കുന്നൊരു സീനാണ് അത്ര. അപ്പം ഞാൻ ആദ്യം ഓടും, എൻ്റെ പിന്നാലെ പോലീസ് വരും. അങ്ങനെയൊക്കെയാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. Take 3. Take 4. Take 5. ആറാമത്തെ ടേക്ക്. ആക്ച്വലി എൻ്റെ പ്രശ്നം കൊണ്ടല്ല, നമ്മളെ കൂടെ ഓടുന്ന ചേട്ടൻ ചെറിയൊരു ടൈമിംഗ് പ്രശ്നം കൊണ്ട് റീടേക്ക് എടുക്കുന്നതാണ്. അപ്പം ചിലപ്പോൾ ഓട്ടവും ചാട്ടൊക്കെ കഴിഞ്ഞപ്പോൾ കൈ മുറിഞ്ഞു. ഫൈറ്റ് സീൻ കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് കൈ മുറിഞ്ഞായിരുന്നു. ആണിമ കയറി പിടിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ടി എടുക്കാൻ വേണ്ടതുണ്ട്, ബ്രേക്ക് ആവുന്ന സമയത്ത്. പക്ഷേ ഫൈറ്റ് സീനിൻ്റെ ഇടയിലൊക്കെ ഇതൊക്കെ ക്വൈറ്റ് യൂഷ്വൽ എന്നാണ് ഇവർ പറയുന്നത്. ഫൈറ്റ് സീനൊക്കെ കഴിഞ്ഞ് വയ്യാണ്ടായി. അത് കേക്ക് ആയിരുന്നു. ഫോണിൽ നോക്കുന്നുണ്ടോ? അവിടെ കേക്ക് കണ്ടോ കണ്ണാടിയൊക്കെ വെച്ച് ആശാനിരുന്ന് റീല് നോക്കുക. മിക്കവാറും ഇന്നത്തെ എൻ്റെ ലാസ്റ്റ് ഡേ ആയിരിക്കേ ലൊക്കേഷനിൽ. അപ്പോൾ ലാസ്റ്റ് ഒരു സെൽഫിയും കൂടെ എടുത്തിട്ടാണ് പോയത്. ഇനി ചിലപ്പോൾ ഈ സെറ്റിലേക്ക് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മളെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഷൂട്ടിൻ്റെ ഇടയിൽ നമ്മളുടെ കയ്യിന് പറ്റിയ പരിക്ക്, നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഡോക്ടറിനെ കണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് TT ഒക്കെ എടുത്ത് ഇത് ഡ്രസ്സൊക്കെ ചെയ്ത് തിരിച്ചു പോവുക. സാധാരണ എനിക്ക് രാത്രി ഒരു 10 മണി വരെ, രാവിലെ ഒരു 6 മണി തുടങ്ങിക്കഴിഞ്ഞാൽ രാത്രി 10 മണി വരെ ഷൂട്ട് ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് ഇപ്പോൾ കുറച്ച് സീൻസ് ഉള്ളൂ. പിന്നെ എനിക്ക് കൈ മുറിഞ്ഞതുകൊണ്ടും ഞാൻ പരിക്കേറ്റത് കൊണ്ടും ഒരു വൈകുന്നേരം ഒരു 4-4:30 ആയപ്പോൾ ഇന്നത്തെ ഷൂട്ട് കഴിയണം. ഇവിടുന്ന് നേരെ നമ്മൾ ഹോട്ടലിലേക്ക് പോവാണ്. വരുന്ന വഴി നമ്മൾ ഹോസ്പിറ്റലിൽ കണ്ട് മരുന്നൊക്കെ വെച്ചു. ഇനി നാളെ എനിക്ക് ട്രിവാൻഡ്രത്ത് ആരോഗ്യത്തിൻ്റെ ഒരു പോഡ്കാസ്റ്റിൻ്റെ ഷൂട്ട് കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പോവുക. ഇനിയിപ്പോൾ നേരെ എന്തായാലും നമ്മൾ റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാൻ പോകണം. ബാക്കി റൂമിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ, ഞാനൊരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും റൂമിലെത്തിയതാണ്. പിന്നെ നല്ല ക്ഷീണം ഉള്ളതുകൊണ്ട് ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ 7 മണി എഴുന്നേറ്റപ്പോൾ അപ്പോൾ നല്ല വിശപ്പ്. അപ്പം ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല ബിരിയാണിയും ചിക്കൻ ഫ്രൈ. കുറ്റം പറയരുതല്ലോ, വിശന്നിരുന്ന് കഴിഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല, അപാര ടേസ്റ്റ് ചിക്കൻ ബിരിയാണിക്ക്. ഫുഡൊക്കെ കഴിച്ച് നമ്മളൊന്ന് സെറ്റിലായി. എന്തായാലും വൈകുന്നേരം കിടന്നുറങ്ങിയത് കൊണ്ടേ രാത്രി എന്തായാലും നമുക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും. മിനിമം 2 മണി 3 മണിയെങ്കിലും ഒന്ന് കിടന്നുറങ്ങുമ്പോൾ. പക്ഷേ ബേസിക്കലി ഒന്നും ഉറങ്ങാനും പറ്റത്തില്ല. കാരണം നാളെ പോഡ്കാസ്റ്റ് ഉണ്ട് എൻ്റെ ചാനലിലേക്ക് വേണ്ടിയിട്ടല്ല, ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം എന്തായാലും പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഒരു സ്കിൻ ഡോക്ടറാണ്, അവരുടെ സ്പെഷ്യാലിറ്റീസൊക്കെ പഠിക്കാനും സെർച്ച് ചെയ്യാനും ഒക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് എന്നാലും സമയമുണ്ട്. ഒരു 2 മണിക്കൂർ 1-1.5 മണിക്കൂറൊക്കെ വേണ്ടി വരുള്ളൂ പ്രിപ്പയർ ചെയ്യാൻ. അതിനുശേഷം ഞാൻ ഫ്രാൻസിസ് എട്ടിക്കോറ കുറച്ച് വായിച്ച് വെച്ചിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കംപ്ലീറ്റ് ആവില്ല, എന്നാലും ഒരു 1/4 ഭാഗമെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു പോക്കറ്റ് പാഡ് വാങ്ങിച്ചിരുന്നു, പോക്കറ്റ് ബുക്ക്. അപ്പോൾ ബേസിക്കലി നമ്മളൊരു 100 കാര്യങ്ങൾ തലയിലേക്ക് പോകുന്നത് കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ചാനലിലേക്ക് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ് ചെയ്യുന്നുണ്ട്, വേറെ ചാനൽസിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഫ്രീലാൻസ് ചെയ്യുന്നുണ്ട്, പിന്നെ സീരിയൽ ചെയ്യുന്നുണ്ട്. സീരിയൽ ഇപ്പോൾ വെരി റെയർലി, പക്ഷേ
കുറേ കാര്യങ്ങൾ അറ്റ് എ ടൈം ചെയ്യുന്നതുകൊണ്ട് ഒന്നും മനസ്സിൽ ഓർമ്മ നിൽക്കണില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പോയിട്ടൊരു പോക്കറ്റ് പാഡ് വാങ്ങിച്ചു. സോ ദാറ്റ് നമുക്ക് ഓരോ ദിവസം റിമൈൻഡർ മീ എന്നാണ് ഈ ബുക്കിന് പേര് കൊടുത്തേക്കുന്നത്. അപ്പം ഇതിൽ ഓരോ ദിവസവും നാളെ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഇതിൽ ഇന്നത്തെ ദിവസം രാത്രി എഴുതി വെക്കാൻ തുടങ്ങി. എന്നിട്ട് ചെയ്ത കാര്യങ്ങൾ ഓരോന്ന് ടിക്കിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് ഇറ്റ്സ് വർക്കിംഗ്, അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം മറവിയിൽ നിന്ന് നമുക്കൊരു മോചനം നേടാനിലേക്ക് ഇതിലൂടെ പറ്റുന്നുണ്ട്. ഇത് കണ്ടോ, ടിക്കറ്റ് വെച്ചാക്കുന്നുണ്ടോ ഓരോ സാധനങ്ങൾ എഴുതി. അപ്പോൾ ഇത് ഓരോ ദിവസത്തെ ഉണ്ട്. ഇത് ഇന്നത്തെ ദിവസത്തെയാണ്, ഇനി നാളത്തെ ഞാൻ എഴുതണം. അപ്പോൾ മറവി അധികമുള്ള സുഹൃത്തുക്കൾക്കൊക്കെ വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ളായിരുന്നു ഇന്നത്തെ ഒരു ഡേ. രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ഡേ ആണ്. ഇപ്പോൾ രാത്രി 10 മണിയായി, കിടക്കാൻ പോവാണ്. നാളെയും ഇതുപോലെ തന്നെ രാവിലെ 10:30-ക്കാണ് ഷൂട്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു 10 മണിക്ക് ഇറങ്ങണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. ഇതുപോലെ ചെറിയ വ്ളോഗ്സ് ഒക്കെ ആയിട്ട് നമുക്ക് ഇതേപോലെ പേഴ്സണൽ ചാനലിലൂടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇനിയും കാണാം. സോ ടേക്ക് കെയർ, ടാറ്റാ, ഗുഡ് നൈറ്റ്.